ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 24 ശ്ലോകം 5. പ്രഹ്ലാദകുമാരൻ്റെ ഭക്തിയുടെ ദൃഢത, സത്യസന്ധത, ഒരു യഥാർത്ഥ ഭക്തൻ്റെ ആത്മധൈര്യം, ഭഗവാൻ എങ്ങനെ തൻ്റെ ഭക്തനെ സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതുപോലെ ഹൃദയത്തിൽ സദാ ഭഗവാനെ കാണുകയാണ്, നേരിട്ട് അനുഭവിക്കുകയാണ് ആ കുട്ടി. 4 വയസ്സാവണേ ഉള്ളൂ. അങ്ങനെ ആ പഠിക്കേണ്ട പ്രായമായി എന്ന് തിരിച്ചറിഞ്ഞ രാജാവ് ശണ്ഡനും അമർക്കനും എന്ന് പറയുന്ന 2 ആചാര്യന്മാർ, ശുക്രാചാര്യർ തപസ്സിന് പോയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശണ്ഡാമർക്കന്മാരുടെ അടുത്തേക്ക് മകന് രാജകുമാരനെ അസുരനീതിയൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചു. ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നതൊക്കെ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകും, പക്ഷേ ആ കുട്ടി ചിന്തിക്കും അതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊന്നുമല്ല പഠിക്കേണ്ട പാഠങ്ങൾ, ഇതൊക്കെ തള്ളിക്കളയാനുള്ളതാണ് എന്ന് അവന് മനസ്സിലായി. തനിക്ക് യഥാർത്ഥത്തിൽ ഗുരുവായ നാരദ മഹർഷി പറഞ്ഞു തന്ന കാര്യങ്ങൾ എത്ര വലുതാണ്, ഈ അസുര ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത് എത്ര നീചമായിട്ടുള്ളതാണ്. അഹങ്കാരം വളർത്താനും അഹന്തയെയും മമതയെയും പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള ഈ അസുരവിദ്യ താൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി അതിനെ തള്ളിക്കളയുകയും അത്രത്തോളം ഭഗവത് ഭക്തി അവനിൽ വളരുകയും ചെയ്തു എന്നാണ് 5-ാമത്തെ ശ്ലോകം. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷ ചിരമമും ഗുരുപ്രോക്തം ചാസൗ ഇദം അഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. അർത്ഥം നോക്കാം. ദുഷ്ടാത്മാസ, ഏറ്റവും ദുഷ്ടത്തരമുള്ള അസുര ചക്രവർത്തിയായിട്ടുള്ള ആ ഹിരണ്യകശിപു നിജസുതേ, തൻ്റെ പുത്രനിൽ വളർന്നു വരുന്നത് സുരാരീണാം ഹാസ്യം, അസുരന്മാരെപ്പോഴും നിന്ദിക്കുന്ന പരിഹസിക്കുന്നതായ തവ ചരണദാസ്യം, വിഷ്ണുവിനോടുള്ള ആ ഒരു സേവയാണ് എന്ന് തിരിച്ചറിഞ്ഞു. എപ്പോഴും വിഷ്ണുവിൻ്റെ നാമം ചൊല്ലുന്നു, വിഷ്ണുവിൻ്റെ കൂടെ കളിക്കുന്ന പോലെ നടിക്കുന്നു. അതൊക്കെ കണ്ട ഹിരണ്യകശിപുവിന് മനസ്സിലായി, ഈ കുട്ടിയിൽ എങ്ങനെയോ അസുരന്മാർ നിന്ദിക്കുന്നതായ വിഷ്ണുവിനോടുള്ള ദാസ്യഭാവമാണ് വളരുന്നത്. സുരാരീണാം ഹാസ്യം, സുര അരി എന്ന് പറഞ്ഞാൽ ആരാ? ദേവന്മാരുടെ ശത്രു അസുരന്മാർ. അസുരന്മാർക്ക് ഹാസ്യം, നിന്ദയായിട്ടുള്ള, അവരെപ്പോഴും പരിഹസിക്കുന്നതായ തവചരണദാസ്യം, ഭഗവാനെ അങ്ങയുടെ പാദഭക്തി നിജസുദേശ ദൃഷ്ട, തൻ്റെ മകനിൽ വളർന്നു വരുന്നതായി കണ്ട ആ ദുഷ്ടാത്മാവ് ഹിരണ്യകശിപു ഗുരുഭിർ അശിശിക്ഷ ചിരം അമും, ഗുരുക്കന്മാരെ വിളിച്ചു കൊണ്ടുവന്നു. ശുക്രാചാര്യരുടെ മക്കളായിട്ടുള്ള ചണ്ഡാമർക്കന്മാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഗുരുഭി അമും ചിരം അശിശിക്ഷത്, കുറേ കാലം ഇവനെ പഠിപ്പിച്ച് നേരെയാക്കൂ എന്ന് പറഞ്ഞയച്ചു. നമ്മളുടെ അസുരകുലത്തിന് വേണ്ടതെല്ലാം കുട്ടിയെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ് അമും എന്ന് പറഞ്ഞ ഈ കുട്ടിയെ, ഈ പ്രഹ്ലാദനെ ഗുരുഭി, 2 ഗുരുക്കന്മാരുണ്ടല്ലോ, ശണ്ഡനും അമർക്കനും, അവരോട് അശിശിക്ഷത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞയച്ചു. അസൗച്ച, ഈ പ്രഹ്ലാദകുമാരനാകട്ടെ ഗുരുപ്രോക്തം ഇദം, ഗുരുക്കന്മാർ എന്തൊക്കെ പഠിപ്പിക്കണോ അതൊക്കെ വേഗം മനസ്സിലാക്കും. എന്നിട്ടോ ഇദം സർവ അഭദ്രായ, ഇവർ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും അഭദ്രമാണ്, അമംഗളമാണ്, ഇത് അധപതനത്തിലേക്കാണ് നയിക്കുക, ഇതല്ല എനിക്ക് നല്ലത്, എല്ലാവർക്കും നല്ലത് നാരദ ഗുരു പഠിപ്പിച്ചിട്ടുള്ള ഭഗവത് ചരണദാസ്യം തന്നെയാണ് എന്ന് ഈ ഗുരുക്കന്മാരെന്തു പറയുമ്പോഴും കുട്ടിയുടെ മനസ്സിൽ ആ ചിന്തയാണ് ഉയർന്നു വന്നത്. എന്നാൽ ഗുരുക്കന്മാരോട് ബഹുമാനവും
അവർ പഠിപ്പിക്കുന്നത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ പ്രഹ്ലാദൻ മനസ്സിലേക്ക് സ്വീകരിച്ചില്ല. അതിനെയൊക്കെ തള്ളിക്കളയാണ് ചെയ്തത്. ഗുരു പ്രോക്തം ഇതം സർവ അഭദ്രായ ദൃഢം. ഇവരെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അമംഗളത്തിനാണ് എന്ന് കരുതിയിട്ട് അപാകുറുവൻ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു. തവചരണഭക്തിയ ഏവ വവൃദ്ധേ. അത്രയ്ക്ക് എൻ്റെ ഭഗവാനോടുള്ള ആ ഭക്തി ഇതിൻ്റെയൊക്കെ മുന്നിൽ എത്ര ഗംഭീരാണ് എന്ന് വിചാരിച്ച് ആ കുട്ടിയുടെ മനസ്സിൽ ഇവരെന്തൊക്കെ പഠിപ്പിച്ചാലും ഭക്തി തന്നെ ദൃഢമായി വളർന്നുകൊണ്ടിരുന്നു. അസുര ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നതൊക്കെ ഭൗതികതയാണ്. ഹിരണ്യകശിപുവിൻ്റെ അല്ലേ സ്വർണത്തിലാണ്, അല്ലെങ്കിൽ ഭൗതികതയിലാണ്. എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ പ്രശസ്തി ഉണ്ടാക്കാം എന്നതിൽ മാത്രമാണ് കണ്ണ്. അങ്ങനെ ആ ഒരു വഴിക്ക് എങ്ങനെ ഉയരാം എന്നതാണ് അവരുടെ തത്വം. അവർ ദേവന്മാരെ എങ്ങനെ ഇല്ലാതാക്കാം, നല്ല കാര്യങ്ങൾ പറയണവരെ എങ്ങനെ വധിക്കാം എന്നുള്ളതൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. പ്രഹ്ലാദനാവട്ടെ ഗർഭാവസ്ഥയിലിരുന്നിട്ട് തന്നെ ഭഗവാന്റെ കഥകൾ കേട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ മാർഗം ഹൃദയത്തിൽ ഉറച്ച ആളാണ്. മാത്രമല്ല ഭഗവാൻ കൂട്ടുകാരനായിട്ട് ഒപ്പം ഉള്ളതായിട്ടും ആ കുട്ടി എപ്പോഴും കാണുകയാണ്. അങ്ങനെയുള്ള മനസ്സിലേക്ക് എങ്ങനെയാണ് ഇവർ പഠിപ്പിക്കുന്ന ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി നല്ല വിനീത വിധേയനായിട്ടുള്ള ഒരു ശിഷ്യനായിട്ട് ഗുരുക്കന്മാരുടെ മുന്നിൽ ഇരുന്നെങ്കിലും അവർക്ക് പോലും അറിയാതെ പ്രഹ്ലാദൻ പഠിപ്പിക്കുന്നതൊക്കെ തള്ളിക്കളഞ്ഞ് അത്രയ്ക്കും ഭഗവത് ഭക്തി കൂടുതൽ വളരുകയാണ് ഉണ്ടായത്. അതാണ് ഇതം അഭദ്രായ ദൃഢം. തീർച്ചയായിട്ടും ഇവർ പറഞ്ഞു തരുന്നതൊക്കെ അഭദ്രമാണ്, തിന്മയ്ക്കുള്ളതാണ്, അമംഗളമാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം തള്ളിക്കളയുകയും ഭഗവാനിലുള്ള ഭക്തി ദൃഢമായി ദിവസം തോറും ഭഗവാനോട് അടുക്കുകയും ചെയ്തു ആ കുട്ടിയുടെ മനസ്സ്. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിർ ആശിശിക്ഷ ചിരം അമും ഗുരുപ്രോക്തം ചാസാ ഇദം അഭദ്രായ ദൃഢമിത്യപാകുർവൻ സർവം തവ ചരണഭക്ത്യേവ വവൃധേ. ഗർഭാവസ്ഥ മുതൽ പണ്ടൊക്കെ ഒരു 10 വയസ്സ് വരെ നമ്മൾക്ക് നിയന്ത്രണത്തിൽ കിട്ടുമായിരുന്നു കുട്ടികളെ കഥ പറഞ്ഞു കൊടുക്കാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. ഇപ്പോൾ ഒരു 4 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് അതിനു മുൻപേ തന്നെ ഈ പ്രഹ്ലാദകുമാരൻ്റെ മനസ്സിൽ ഉറപ്പായിട്ടും ഉണ്ടായതുപോലെ നല്ല കാര്യങ്ങൾ, സച്ചിന്തകൾ, സന്മാർഗ കഥകൾ, അതിലൊക്കെ ഉപരിയായിട്ട് ഭഗവാനിലേക്കുള്ള ഭക്തി, അതൊക്കെ ഉറപ്പിക്കാൻ സാധിച്ചാൽ